ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആലപ്പുഴ ചേർത്തലയിൽ ഈ കഴിഞ്ഞ ദിവസം വിഷുദിനത്തിൽ കൃഷ്ണന്റെ മുമ്പിൽ മന്തിയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് ഇറങ്ങിയ ഒരു പോസ്റ്റർ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കണ്ടു കാണും. അങ്ങേ അറ്റത്തെ പ്രതിഷേധാർഹമായ ഒരു പോസ്റ്റർ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ചെറ്റത്തരമാണ് കാണിച്ചത്. ആര് ചെയ്താലും ചെറ്റത്തരം തന്നെയാണ്. മുട്ടുംകാൽ തല്ലി ഒടിക്കേണ്ട ഒരു കേസാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു മതസമൂഹം അവരുടെ ദൈവമായി ആരാധിക്കുന്ന ഒരു മനുഷ്യന്റെ മുന്നിൽ ഇത്തരത്തിൽപ്പെട്ട ഒരു മോശമായ ഒരു ചിത്രം തന്നെ തീർച്ചയായിട്ടും അത് പ്രചരിപ്പിക്കുകയും അത് ഉണ്ടാക്കുകയും ചെയ്തവരെ തീർച്ചയായിട്ടും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ശിക്ഷിക്കുകയും ചെയ്യണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 9 പേർ ചേർന്ന് നടത്തുന്ന ഒരു മന്തിക്കടയാണ് ഈ മെഹർ മന്തിക്കട എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ മന്തിക്കട അടിച്ചു പൊളിക്കണം. കാരണം ആ മന്തിക്കട വിറ്റ് ഇനി ആ മന്തി വിറ്റിട്ട് ജീവിക്കുന്ന ഒരു പരിപാടി ഉണ്ടാവരുത്. കാരണം ഇത്രയും കാലം കേരളത്തിൽ ജീവിച്ചിട്ട് അവിടെ നിന്ന് ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന്മാരാണ് ഈ 9 ആളും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത്രയും കാലമായിട്ട് കൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു മതവിഭാഗം ആരാധിക്കുന്ന മനുഷ്യനാണ് എന്ന് മനസ്സിലാക്കാൻ പോലും അവർക്ക് പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് അങ്ങേ അറ്റത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രതിഷേധാർഹമായ ഒരു കാര്യം തന്നെയാണ്. ഒരുപാട് പേർ നമ്മോട് ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ പ്രതികരിക്കാത്തത് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ബൈറ്റ് നമുക്ക് അയച്ചു തന്നിരുന്നു. പ്രതികരിക്കാൻ വൈകിപ്പോയത് ഒരുപാട് വീഡിയോ ചെയ്യാറുള്ളത് കൊണ്ടാണ്, അല്ലാതെ ഇവരോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ഇത്തരം ചെറ്റകൾ തീർച്ചയായിട്ടും സമൂഹത്തിൽ ശിക്ഷിക്കപ്പെടണം. തീർച്ചയായിട്ടും അവരുടെ പേര് വിവരങ്ങൾ വരെ ഇതിൽ വെളിപ്പെടുത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു പ്രശ്നം ഒഴിവാക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാനത് ചെയ്യാത്തത്. പക്ഷേ ചെയ്തത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു മതവിഭാഗത്തെയും വ്രണപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു മതവിഭാഗത്തിനും ഇവിടെ ജീവിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. കേരളം എന്ന് പറയുന്നത് മതസൗഹാർദ്ദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, എല്ലാവരുടെയും സാഹോദര്യം പങ്കിടുന്ന ഒരു നാടാണ്. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ നാട് എന്നാണ് നമ്മുടെ നാട് അറിയപ്പെടുന്നത്. അതിൽ മണ്ണ് വാരിയിട്ട് കൊണ്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും, അത് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും വളരെ ശക്തമായി നമ്മൾ എതിർക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ഒരു പ്രശ്നം വന്നതിന് ശേഷം തടിയൂരാൻ വേണ്ടിയിട്ട് അവർ പറയുന്ന ന്യായങ്ങൾ നമ്മളെല്ലാവരും കേട്ടാൽ ഞെട്ടിപ്പോകും. കാരണം അവർ പറയുന്നത് ഈ ഒരു പോസ്റ്റർ അടിക്കാൻ വേണ്ടി കൊടുത്തത് പുറത്തുള്ള ഒരാൾക്കാണ് അതിൻ്റെ ഓർഡർ കൊടുത്തത്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ പറ്റിയ ഒരു അബദ്ധമാണ് എന്നാണ് പറയുന്നത്. ഇത് കേൾക്കുന്നത് ചെറിയ കുട്ടികളാണെങ്കിൽ വിശ്വസിക്കുമായിരിക്കും. നമ്മൾ കല്യാണക്കത്ത് അടിക്കാൻ കൊടുത്താലും കടയുടെ പ്രിൻ്റ് അടിക്കാൻ കൊടുത്താലും തീർച്ചയായിട്ടും ഇതിൽ എന്തെല്ലാം ഉൾപ്പെടുത്തണം, ഏത് ഫോട്ടോകൾ വെക്കണം, എന്താണ് അതിൻ്റെ കണ്ടൻറ്റ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും ആ കട ഉടമകൾ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അല്ലാതെ പാവം പിടിച്ച ആ പോസ്റ്റർ അച്ചടിച്ച് ഇറക്കി അവൻ്റെ തലയിലേക്ക് ഇത് വെക്കുന്നത് അങ്ങേ അറ്റത്തെ ചേറ്റത്തരമാണ്. തീർച്ചയായിട്ടും അതിനുശേഷം ഈ ഒരു കാര്യങ്ങളെല്ലാം പ്രശ്നമായി എന്നറിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും പോലീസ് സ്വമേധയാ കേസെടുത്തിട്ട് ഈ 2 പേരെ അറസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്നതും നമ്മൾ കണ്ടു. ഏതായാലും അവരുടെ മേൽ ചുമത്തിയ കുറ്റം എന്ന് പറയുന്നത് മതപ്രകാരം വ്രണപ്പെടുത്തിയെന്നും അതുപോലെ തന്നെ തെറ്റായ സന്ദേശം സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചു എന്ന് തന്നെയാണ്. പ്രചരിപ്പിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അതും തെറ്റാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ആയിട്ട് അദ്ദേഹം ഈ വീഡിയോ ഷെയർ ചെയ്തു, അല്ലെങ്കിൽ പോസ്റ്റർ ഷെയർ ചെയ്തു. അതും ഒരു പ്രചരിപ്പിക്കൽ തന്നെയാണ്. കാരണം അദ്ദേഹത്തിനെ അറിയുന്ന എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു കാര്യം സ്റ്റാറ്റസ് ആക്കി വെച്ചത്. പിന്നെ എന്തിനാണ് പ്രചരിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നത്? പ്രശ്നമായപ്പോൾ അതിൽ നിന്ന് മുങ്ങാൻ വേണ്ടി മാത്രമാണ് അത്തരത്തിൽപ്പെട്ട ഒരു കാര്യം പറയുന്നത്. ഏതായാലും പ്രശ്നമായാൽ അവസാനം മാപ്പ് പറയുക എന്ന് മാത്രമേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും അതിന് മുതലാളിമാരിൽപ്പെട്ട ഒരാൾ മാപ്പുമായി വന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ മാപ്പ് പറച്ചിലൊന്ന് കാണാം. ഞാൻ വിഷുദിനത്തോട് അനുബന്ധിച്ചുകൊണ്ട് നമ്മൾ ചെറിയൊരു ആശംസ പോസ്റ്റർ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അത് നമ്മൾ തികച്ചും പുറത്തൊരാളെ കൊണ്ടാണ് ആ പോസ്റ്റർ ചെയ്യിപ്പിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ സഹോദര സമുദായങ്ങൾക്ക് ബുദ്ധിമുട്ടാൻ ഉണ്ടാകുന്ന രീതിയിൽ ആ ഒരു ചെറിയൊരു മനസ്സിന് ചെറിയൊരു വിഷമം ഉണ്ടായെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു. തികച്ചും ഞങ്ങളുടെ അറിവോടുകൂടി ചെയ്തതല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് ആ പോസ്റ്റർ അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഞങ്ങൾ എന്നാൽ അത് മാറ്റുകയും പകരം നല്ല രീതിയിലുള്ള ഒരു വിഷു ആശംസ പോസ്റ്ററാണ് നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഷെയർ ചെയ്തത്. ആ പോസ്റ്റർ, വിവാദപരമായ പോസ്റ്റർ നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിലും സോഷ്യൽ മീഡിയയിലോ ഒന്നിലും ഞങ്ങൾ ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. ഞങ്ങളപ്പോൾ തന്നെ അതെല്ലാം ഒഴിവാക്കിയതാണ്, തടസ്സപ്പെടുത്തി. ഏതായാലും അദ്ദേഹത്തിന്റെ മാപ്പ് പറച്ചിൽ നിങ്ങൾ ഏതായാലും കേട്ട് കാണും. തീർച്ചയായും തെറ്റുപറ്റിപ്പോയാൽ തീർച്ചയായിട്ടും പശ്ചാത്തപിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും അദ്ദേഹത്തിനൊക്കെ നല്ല ചുട്ടടിയാണ് കിട്ടേണ്ടത് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. കാരണം ഞാൻ പറഞ്ഞതുപോലെ അങ്ങേ അറ്റത്തെ മോശകരമായ ഒരു കാര്യമാണ്. ഇതുകൊണ്ടൊന്നും നമ്മുടെ സമൂഹത്തിൽ യാതൊരു ഗുണവും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. ദൈവത്തെ വിറ്റ് കാശുണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് മോശപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാതെ മന്തി ചിലവാകുന്നുണ്ടെങ്കിൽ ചിലവായാൽ മതി എന്ന് വിചാരിച്ചാൽ മതി. അല്ലാതെ ഇത്രയും കാലം നിങ്ങൾ ചിലവാക്കിയത് അങ്ങനെയല്ലേ? ഈ ഒരു കാര്യത്തിൽ വിശുദിനത്തിൽ മാത്രം പ്രത്യേകിച്ച് ഒരു മതവിഭാഗത്തിൻ്റെ ദൈവത്തെ മാത്രം വെച്ചുകൊണ്ട് നിങ്ങളത് ചെയ്തത് തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഒരു ഗൂഢലക്ഷ്യം കൊണ്ട് തന്നെയാണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും അത് തിരുത്തിയത് നല്ലൊരു കാര്യം തന്നെ. പക്ഷേ ഇതുകൊണ്ടൊന്നും തീർന്നില്ല എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കും ഈ ഒരു പ്രശ്നം
കേരളത്തിൽ ഒറ്റപ്പെട്ടൊരു സംഭവമായിട്ട് നമുക്കതിനെ കാണാൻ വേണ്ടി പറ്റുകയില്ല. കാരണം മലപ്പുറത്ത് അങ്ങാടിപ്പുറം എന്ന് പറയുന്ന മറ്റൊരു റെസ്റ്റോറൻറ്റ്, തീർച്ചയായിട്ടും യമാമ ഷവ്വായ എന്ന് പറയുന്ന കടയിലും ഇതേപോലെ തന്നെ കൃഷ്ണൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് അവരും അവരുടെ ഈ ഒരു മന്തിയുടെ പോസ്റ്റർ ഷെയർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യമാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒന്നാമത്തെ കാര്യമായൊരു നടപടി കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാമത് ഇത്തരത്തിൽപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. അത്തരത്തിൽപ്പെട്ട ഒരു പ്രശ്നം രണ്ടാമത് മലപ്പുറത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. യമാമ എന്നാണ് ആ ഷോപ്പിൻ്റെ പേര്. തീർച്ചയായിട്ടും ഇതും അങ്ങേ അറ്റത്തെ തീർച്ചയായിട്ടും പ്രതിഷേധാർഹമായ കാര്യം തന്നെയാണ്. മയിൽപ്പീലി ചൂടിയ കണ്ണൻ മന്തി പ്ലേറ്റിന് മുമ്പിൽ ഇരിക്കുന്ന ഒരു പോസ്റ്ററാണ് അവരും ഷെയർ ചെയ്തത് എന്ന് തന്നെയാണ് സത്യം. ഏതായാലും ഇതിൻ്റെ നടത്തിപ്പുകാർ 3 ആളെതിരെ തീർച്ചയായിട്ടും പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഒന്ന് മുസ്തഫ, രണ്ടാമത്തേത് ഷാഹുൽ ഹമീദ്, മൂന്നാമത്തേത് മുഹമ്മദ് ഷഹീൽ. മങ്കട പോലീസാണ് ഇദ്ദേഹത്തെ ഇവരൊക്കെ അറസ്റ്റ് ചെയ്ത് തീർച്ചയായിട്ടും കേസായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു കാര്യത്തിലൊക്കെ തീർച്ചയായിട്ടും ഹിന്ദു ഐക്യവേദി തീർച്ചയായിട്ടും പ്രതിഷേധവുമായി പ്രകടനവുമായിട്ടെല്ലാം രംഗത്ത് വരുന്നതും അവരുടെ കാര്യങ്ങൾ പറയും നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും അവർ പ്രതിഷേധിക്കും. കാരണം അവരുടെ മതവുമായി ബന്ധപ്പെട്ട അവരുടെ ജാതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. അത് കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു ഭക്ഷണവുമായി ബന്ധപ്പെട്ട പരസ്യത്തിൽ ദൈവത്തെയൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ മ്ലേച്ഛകരമായ മോശകരമായ തെറ്റായ ഒരു നയം തന്നെയാണ്. അത് തീർച്ചയായിട്ടും തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. കേരളത്തിലല്ല മറ്റേത് നാട്ടിലായാലും തീർച്ചയായിട്ടും അത് മോശമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് എന്തിനാണ് മറ്റുള്ളവരുടെ മതത്തിനെ വ്രണപ്പെടുത്തി അതിൽ നിന്ന് ലാഭം കൊയ്യുക എന്ന് പറയുന്നത് മോശപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് അത് തിരുത്തപ്പെടണം. തീർച്ചയായിട്ടും കേസെടുക്കണം. അതുമായി ബന്ധപ്പെടുത്തി തീർച്ചയായിട്ടും ഇവർക്ക് കിട്ടാവുന്ന കുറ്റം മാക്സിമം 1 വർഷമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഒരു കൊല്ലത്തെ ശിക്ഷയും അതുപോലെ തന്നെ അതിൻ്റെ ഫൈൻ അടുപ്പിച്ചിട്ട് മാത്രമേ നാളെ തീർച്ചയായിട്ടും മറ്റൊരു മന്തിക്കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സമ്മതിക്കാവൂ എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും ഇത് കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. കാരണം ഇതിൽ നമ്മൾ മതം കാണുന്നില്ല. കാരണം നമ്മളും അത്തരത്തിൽപ്പെട്ട ഒരു മതത്തിൻ്റെ ആൾക്കാർ തന്നെയാണ്. പക്ഷേ ഒരു മതത്തെയും നമ്മൾ നിന്ദിക്കാൻ വേണ്ടി പാടില്ല. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മുടെ മതം നമ്മെ പഠിപ്പിക്കുന്നത്. അവരെ സ്നേഹിക്കാനും അതുപോലെ തന്നെ നമുക്ക് സഹോദരന്മാരായിട്ട് കാണാനും അതുപോലെ തന്നെ അയൽപക്കത്തുള്ളവരെ എല്ലാം നമുക്ക് സ്നേഹിക്കാനെല്ലാം നമുക്ക് കഴിയണം. അല്ലാതെ അവരോട് വിരോധം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പോസ്റ്റർ അടിച്ചിറക്കിക്കൊണ്ട് വ്യാജമായ രീതിയിൽ അവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കിയെടുത്താൽ നാളെ തീർച്ചയായിട്ടും സമൂഹത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിനൊന്നും സമാധാനം പറയാൻ വേണ്ടി നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ഇത്തരത്തിൽപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞു നിൽക്കണം. ചെയ്തത് മോശമാണ്. ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.